ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തോമാസ് ശ്ലീഹ ഉയിർത്തെഴുന്നേറ്റ കർത്താവിൽ വിശ്വാസം ഏറ്റുപറഞ്ഞ പുതുഞായറിൻ്റെ പ്രാർത്ഥനകൾ. കർത്താവിൻ്റെ കരുണയെ, ദൈവകരുണയെ ഏറ്റുപറയുന്ന, അധികമായി ഏറ്റുപറയുന്ന തിരുനാളിൻ്റെ പ്രാർത്ഥനകൾ. ഒരുമിച്ച് കുരിശു വരച്ച് ഈ ദിവസം ആരംഭിക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഉന്നത കരുണ, ദൈവ കരുണ, മഹാകരുണ, ദൈവ കരുണ, ഉന്നത കരുണ, ദൈവ കരുണ, മഹാകരുണ, ദൈവ കരുണ. കാൽവരിയോളമൊഴുകും കരുണ, കാരുണ്യഹൃദയം പകരും കരുണ, ലോകം മുഴുവൻ നിറയും കരുണ, ലോകം മുഴുവൻ നിറയും കരുണ, ഉന്നത കരുണ, ദൈവ കരുണ, മഹാകരുണ, ദൈവ കരുണ, ഉന്നത കരുണ, ദൈവ കരുണ, മഹാകരുണ, ദൈവ കരുണ. യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം 27-28 വാക്യങ്ങൾ. അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമസ് പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. കരുണയോടെ കർത്താവ് തോമായെ തേടി വരികയാണ്. മുറിവുകളെ കാണാൻ, തൻ്റെ മുറിവുകളെ തൊടാൻ കർത്താവ് തോമാസ് ശ്ലീഹായെ ക്ഷണിക്കുന്നു. ആ മുറിവുകൾ സഹനത്തിൻ്റെ അടയാളം മാത്രമല്ല, അതിപ്പോൾ വിശ്വാസത്തിലേക്കുള്ള വാതിലുകളാണ്. ഇതാണ് ദൈവകരുണയുടെ ഹൃദയം. ദൈവം അവൻ്റെ മുറിവുകൾ മറച്ചു പിടിക്കുകയല്ല, ആ മുറിവുകൾ നമുക്ക് സൗഖ്യമായി നൽകുകയാണ്, കാണിച്ചു തരികയാണ്. തോമാസ് ശ്ലീഹായുടെ സംശയം ഒരു പുണ്യപാത നമുക്കായി തുറന്നിടുകയാണ് ഇന്ന്. ദൈവത്തിൻ്റെ കരുണ അവൻ്റെ മുറിവുകൾ കണ്ട തോമ വിളിച്ചു പറയുന്നു, സുവിശേഷത്തിലെ ഏറ്റവും ശക്തമായ വിശ്വാസ പ്രഖ്യാപനം, മാർവാലാഹ്, മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്, ഹോ കീരിയോസ്, ഹോ തയോസ്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ. ഈ പ്രഭാതത്തിൽ അതുപോലെ ശക്തമായ ഒരു കണ്ടുമുട്ടൽ നമുക്ക് ആഗ്രഹിക്കാം. സംശയങ്ങളേറെയുണ്ട്, സംഘർഷങ്ങളേറെയുണ്ട്, മറഞ്ഞിരിക്കുന്ന മറച്ചുവെക്കപ്പെട്ട മുറിവുകളും നമുക്കേറെയുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് തടസ്സമല്ലെന്ന് തിരിച്ചറിഞ്ഞ് കർത്താവിൻ്റെ കരുണയുടെ ചാരത്തേക്ക് അവയെ നീട്ടിവെക്കാം, ചേർത്തു വയ്ക്കാം. കർത്താവിനെ നാം കണ്ടുമുട്ടും. ആ കണ്ടുമുട്ടലിൻ്റെ നിമിഷത്തിൽ വിശ്വാസം ഒരു കേവല ആശയമല്ല. ആ നിമിഷം മുതൽ വിശ്വാസം ഒരു പേഴ്സണൽ സറണ്ടറായിട്ട് മാറും, എളിയ വ്യക്തിപരമായ കീഴ്പ്പെടലായിട്ട് അത് മാറും. ഫൗസ്തീനായുടെ വാക്കുകൾ, ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു, കർത്താവേ, ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു. നമുക്കത് ഈ ദിവസം ഏറ്റുപറയാം. തോമാസ് ശ്ലീഹായുടെ വിശ്വാസത്തിൻ്റെ പങ്ക് കൈക്കൊണ്ട് കർത്താവിൻ്റെ കരുണയെ കാണാൻ ആഗ്രഹിച്ച് നമുക്കും പറയാം, ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു. പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായ ഈശോമിശിഹായെ, ഉയർത്തെഴുന്നേറ്റവനെ, ദൈവകരുണയെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. തോമായുടെ സംശയത്തിലേക്ക് ചാഞ്ഞിറങ്ങി വന്ന് വിശ്വാസം കൊണ്ട് അവനെ നിറച്ച കർത്താവേ, എൻ്റെ ബലഹീനതകളിലേക്ക്, എൻ്റെ അവ്യക്തതകളിലേക്ക്, എൻ്റെ സംശയങ്ങളിലേക്ക് നീ ഇറങ്ങി വരണേ. നിൻ്റെ മുറിവുകൾ എന്നെ കാണിക്കണേ.
നിന്റെ സ്നേഹം ഞാൻ തിരിച്ചറിയട്ടെ. മടിച്ചു നിൽക്കുമ്പോൾ ആശ്രയിക്കാൻ, ഭയപ്പെട്ട് നിൽക്കുമ്പോൾ നിന്റെ കരുണ കാണാൻ എന്നെ ഒരുക്കണമേ. തോമായെപ്പോലെ തിരുമുമ്പാകെ വണങ്ങി നിന്ന് ഞാനും ഏറ്റുപറയട്ടെ, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ. ഈ ദിവസത്തിൻ്റെ മുഴുവൻ വ്യാപാരങ്ങളെയും കർത്താവിന് വിട്ടുകൊടുത്ത് ദിവസത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എക്കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.